ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട, അതൊരു ബുക്ക് ലോഞ്ചാണ്. അലക്സ് ഹോർമോസിയുടെ ബുക്ക് ലോഞ്ചാണ്. ഈ ബുക്ക് ലോഞ്ചിന് ആള് ഇടുന്ന വീഡിയോ എന്താണെന്നറിയോ? ആളൊരു പുറത്തൊരു റണ്ണിങ് ട്രാക്കിൽ പോയിട്ട് പുറത്ത് രണ്ടുപേരെ കൊണ്ട് ഈ ബുക്കിന്റെ വലിയൊരു മോഡൽ ഉണ്ടാക്കിച്ചിട്ട് ഇത് പിടിച്ചിട്ട് അങ്ങ് ഓടുക, ഓട്ടത്തോടോട്ടം. മിസ്റ്റർ ബീസ്റ്റ് അങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇത് ആ ബുക്ക് ശരിക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡാ. ഏറ്റവും പെട്ടെന്ന് ഇത്ര മില്യൺ കോപ്പീസ് വിറ്റതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ആ ബുക്കിന് കിട്ടിയേക്കണേ. ഇമാജിൻ ഇവിടെ കേരളത്തിൽ ഒരു ബുക്ക് ലോഞ്ച് ചെയ്യണം ഒരു ക്ലയന്റിന്, നമ്മൾ അവരോട് പറയാണ് ഇങ്ങനെ ഒരു കോണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ഓടിക്കും നമ്മളെ, ഇല്ലേ? അപ്പൊ ഇത് എങ്ങനെയാ ഈ ക്ലയൻസിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണേ എന്നുള്ളതാണ് ഒരു സംഭവം. എന്താണ് അപ്പൊ അതിനൊരു വഴി? അല്ല, ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ തോന്നിയാലും അവർക്ക് കുറേ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ വരണം അങ്ങനെ വരണം. അവരിപ്പോഴും ജീവിക്കുന്നത് ചിലപ്പോൾ കുറേ പെർഫെക്ഷണലിസ്റ്റായ ക്ലയൻറ്റുകളായാലും കുറേ പേരൊക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രീതി കാണിച്ചിട്ടുണ്ട് അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ക്ലയൻസുകളെല്ലാം അത് ബ്രേക്ക് ചെയ്ത് അതിനപ്പുറം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് അവർക്ക് പലപ്പോഴും കണക്റ്റ് ആവുന്നില്ല. അതായത് ഒരു ടിപ്പിക്കൽ രീതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയ ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് നമുക്ക് സേഫായിട്ട് അത് എത്താൻ പറ്റും. പക്ഷെ നമുക്കൊരു ട്രെൻഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു സാധനം ചെയ്യണം.